പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്താം അതിൻ്റെ ഒന്നാമത്തെ കാര്യം പഠിച്ചു, പ്രാർത്ഥനയെക്കുറിച്ച്. നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം, നാം പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വചനം ധ്യാനിക്കുക അല്ലെങ്കിൽ വചനം വായിക്കുക. നാം എല്ലാ ദിവസവും വചനം വായിക്കുന്നവരായിരിക്കണം. ദൈവവചനം എന്ന് പറയുന്നത് യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. ഈ വചനം ജഡമായി തീർന്നതാരാ? യേശുക്രിസ്തുവാണ്. ഈ വചനം ജഡമായി തീർന്ന യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ ജീവിച്ചു. എങ്ങനെ ജീവിച്ചത്? കൃപയും സത്യവും നിറഞ്ഞവനായി. അപ്പം നാം എങ്ങനെയായിരിക്കണം ഈ ലോകത്തിലായിരിക്കേണ്ടത്? കൃപയും സത്യവും നിറഞ്ഞവരായി വേണം നാമും ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ദൈവം തന്നിരിക്കുന്ന ആയുസ് അത് ദൈവത്തിന് വേണ്ടി നന്നായി ജീവിച്ചു വേണം നാം തീർക്കാനായിട്ട്. നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വർഗത്തിലൊരു സന്തോഷമുണ്ടാകണം. നാം വചനം വായിക്കുന്നവരായിരിക്കണം. വചനം എന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളൊരു മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. വചനമെന്ന് പറയുന്നത് എന്താ? നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയോട് സമമാണ്. അപ്പം നാം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും അഴുക്കുണ്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയിലാണോ ഇരിക്കുന്നത് എന്ന് നോക്കാൻ നാം കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കും. അതിനേക്കാൾ അധികമായിട്ട് നാം എന്ത് ചെയ്യണം? വചനമെന്ന കണ്ണാടിയിൽ നാം നമ്മുടെ ആന്തരിക മനുഷ്യൻ ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കണം. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഈ വചനം എന്ന കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിമിഷം തന്നെ നാം എന്ത് ചെയ്യണം? യേശുവിൻ്റെ രക്തത്താൽ കഴുകി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയണം. നമ്മളെ മാനസാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനം എന്നത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശുവാണ്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് യേശുവിനെയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്, യേശുവിനെയാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വചനം ജഡമായി തീർന്നത് അല്ലെങ്കിൽ യേശുവാണ് ഈ ദൈവവചനമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വായിക്കണം. അപ്പം വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നാം. നാം എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണം, എൻ്റെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് വചനത്തിനകത്ത് എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ മർമ്മങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നാം വചനം വായിക്കുന്നവർ ആയിത്തീരണം. ഈ ദൈവത്തിൻ്റെ വചനം നാം വായിച്ചാൽ, സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 105-ാമത്തെ വാക്യം ഇപ്രകാരം പറയാണ്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ ദൈവത്തിൻ്റെ വചനം എന്നത് എന്താ? നമ്മുടെ കാലിന് ദീപമാണ്. നാം ഇരുൾ മൂടി ഒരു വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ കാലിന് ദീപമായിട്ട് ഈ ദൈവവചനം ഉണ്ടായിരിക്കും. നമുക്ക് ഇരുളുപോലെ തോന്നിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ പ്രകാശമായിട്ട് ഈ വചനം നമുക്ക് മുന്നിൽ പോകുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം വചനം വായിക്കണം.
വചനം എൻ്റെ കാലിൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എത്ര ഇരുള് പോലുള്ള പ്രശ്നത്തിലൂടെ നാം പോയെന്ന് പറഞ്ഞാലും, നമ്മെ സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നിയാലും, ഈ ദൈവവചനം തക്ക സമയത്ത് നിന്നെ സഹായിക്കും, നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് ഇരുൾ മൂടിയ പ്രശ്നത്തിനകത്താണ് ഞാൻ കിടക്കുന്നത് എന്ന് പറയുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഈ വചനം നീ വായിച്ചു, ഈ വചനം നിൻ്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു, നിൻ്റെ വിഷയത്തിനകത്തേക്ക് വചനം അയച്ചു പ്രാർത്ഥിച്ചു, മറുപടി നീ കാണുക തന്നെ ചെയ്യും. അപ്പം വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനം വായിക്കുമ്പോൾ നാം ചുമ്മാ അങ്ങ് വായിച്ചു വിടരുത്. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് വളർന്ന് നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. വചനം അയച്ചു കഴിഞ്ഞാൽ അത് ക്രിയ ചെയ്യാതെ ഒരിക്കലും മടങ്ങി വരത്തില്ല. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ നേരെ വചനം അയച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ അകത്ത് റിസൾട്ടുമായിട്ട് ഈ വചനം മടങ്ങി വരത്തുള്ളൂ. അത് നാം വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ധ്യാനിച്ചാൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. ഈ ദൈവത്തിൻ്റെ വചനം എന്നത് ജീവനും ചൈതന്യമുള്ളതാണ്. ഇപ്പോൾ ക്ഷീണിച്ചുപോയ അവസ്ഥയിലാണെങ്കിൽ, ആത്മീയമായിട്ട് ഒരു മുന്നേറ്റമില്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഈ വചനം വായിച്ചു, ജീവനും ചൈതന്യവും നിനക്കുണ്ടാകും. ഈ വചനം എന്നത് ജീവനും ചൈതന്യവും ഒരു മനുഷ്യർക്ക് തരുന്നതാണ്. വചനം വായിക്കുക മാത്രം ചെയ്യാതെ അത് നാം ചെയ്യുന്നവർ കൂടിയായിരിക്കണം. വചനം എപ്പോഴും നാം അനുസരിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. വചനം ജഡമായി തീർന്നതാണ് യേശു. അപ്പം ആ യേശു നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ഏതൊരു വിഷയത്തിൻ്റെ നടുവിലാണോ നാം നിൽക്കുന്നത്, അതിനു വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സമാധാനമുണ്ടാകും. അങ്ങനെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടും.